ഇന്ന് സൺഡേ എരൂര് വരെ പോയതാണ്. അപ്പോൾ തിരിച്ച് കൊടുങ്ങല്ലൂർക്ക് പോവാണ്. അച്ചും അവനും വേറെ വണ്ടിയിലാണ്. നമ്മളിപ്പോൾ വൈറ്റില ഹബ്ബ് പാസ് ചെയ്ത് പോകണേണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവാണ്. അനുസരിച്ച് ഇന്നില്ലെങ്കിൽ തന്നെ വണ്ടിയൊക്കെ ഭയങ്കര കുറവാണ്. കളക്ഷനൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കുത്തി നിറച്ചാണ് ആൾക്കാരെയൊക്കെ ഓട്ടോ കൊണ്ടുപോകണത്. അവസാനം വല്ല വണ്ടിയിലും പോയി കയറും. ഈ കാണുന്നതാണ് ഹബ്ബിൻ്റെ പാർക്കിങ്. ഒരുവിധം ജോലിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് ബസ്സിന് പോലെയാണ് പണി. പക്ഷെ എന്നാലും രാത്രി എന്നിട്ടും വണ്ടികളൊന്നും കുറഞ്ഞിട്ടില്ല. ചിലവർ ഇത് വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വന്ന് എടുക്കണം. പക്ഷെ പാർക്കിംഗ് ഫീസ് കുറച്ച് കട്ടിയാണ്. കയറുന്ന സ്ഥലത്ത് തന്നെ ബൈക്കായിരിക്കും. പിന്നെ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി നമ്മുടെ ജംഗ്ഷൻ എത്തണ വരെയും പാർക്കിംഗ് ഏരിയയാണ്. എന്തായാലും നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ബീച്ചേട്ടനാണെങ്കിൽ വണ്ടി ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്തി. നമുക്ക് അധികം ഈ റൂട്ടൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ബീച്ചേട്ടൻ്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ വണ്ടി നിർത്തുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ അത്യാവശ്യം കാലിയാണ്. അത്യാവശ്യം ഒരു 5 മിനിറ്റ് കൂടുതൽ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടി. ഒരു അമ്മയും മോളാണെന്ന് തോന്നുന്നു വന്ന് ഇപ്പം ഉണ്ട്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊരു പിടുത്തവും ഇല്ല. സിഗ്നൽ വീഴാനൊന്നും അവർക്ക് സമയമില്ല. ഇപ്പം തന്നെ അവർ വണ്ടി എടുത്ത് പോകും. അവരധികം സമയമൊന്നും വെയിറ്റ് ചെയ്തില്ല, വണ്ടി എടുത്ത് പോയായിരുന്നു. വണ്ടികൾ സിഗ്നലിലൊന്നും മൈൻഡ് ചെയ്യില്ല ചില ആൾക്കാർക്ക്. എനിക്ക് തോന്നണം ആ കൊച്ച് വയറ്റിലുള്ള തന്നെ ആയിരിക്കാം. അതിനൊരു പേടി എനിക്ക് തോന്നിയില്ല. അടുത്ത സിഗ്നൽ വീണപ്പോഴത്തേനും ഞങ്ങൾ വണ്ടി എടുത്തായിരുന്നു. ഈ സമയത്ത് അത്യാവശ്യം ബാംഗ്ലൂർ വണ്ടികളെല്ലാം നമ്മുടെ ജംഗ്ഷനിൽ വെയിറ്റിംഗ് ആണ്. ഒരു 8 മണി 9 മണി ആ റേഞ്ചിലാണ് തോന്നുന്നു വണ്ടികളെല്ലാം പുറപ്പെടുന്നത്. ഒരു 4-5 ബസ്സോളം അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ പാലം കയറിയാണ്. ഈ റൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സമയത്ത് പോകുന്നത്. ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പാസ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് ഗോൾഡ് സൂക്ക് മോളാണ് കവർ ചെയ്യുന്നത്. എറണാകുളം നൈറ്റ് റൈഡ് നല്ല അടിപൊളി വൈബ്. അല്ലെങ്കിൽ സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ സിഗ്നലൊന്നും ഞങ്ങൾക്ക് കിട്ടിയതുമില്ല. ന്യൂ ഇയർ കഴിഞ്ഞതോടുകൂടി എല്ലാ കടകളിലെയും ലൈറ്റിങ്ങൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. എത്രയൊക്കെ റോഡ് കാലിയാണെങ്കിലും ലുലുവിൻ്റെ അവിടെ എത്തുമ്പോൾ തീർന്നു. അവിടെ എന്തായാലും നമ്മൾ കട്ട പോസ്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ലുലുവിൽ ഓഫർ സെയിൽ നടക്കുമല്ലേ? അതെ, പക്ഷെ എന്നാലും അവർ ഇട്ട റേറ്റ് കൂട്ടിയിട്ട് അത് ഓഫറാണെന്നും പറഞ്ഞ് എടുക്കുകയാണ്. എന്തായാലും അവർക്ക് നല്ല കത്തിയാണ് അവിടെ വന്ന റേറ്റിങ് കാര്യങ്ങളും. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എന്തായാലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള പറ്റത്തില്ല. പക്ഷെ എന്തിട്ടിട്ടും കാര്യമില്ല, അവിടെ എപ്പോഴും ആളുകളാണ്. ആ ബ്ലോക്ക് ഒന്ന് കണ്ടാൽ മതിയല്ലോ അതിനകത്ത് തിരക്ക് മനസ്സിലാക്കാൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളും പോകണുണ്ടല്ലോ, കുറ്റവും പറയും പോവുകയും ചെയ്യും. പക്ഷെ ഫുഡിൻ്റെ എനിക്കിഷ്ടമാണ്. ഫുഡ് കോർട്ട് അടിപൊളിയായിരിക്കും, വെറൈറ്റി സംഭവങ്ങൾ കിട്ടും. കാരണം ഞങ്ങൾ മിക്കപ്പോഴും ഹൈപ്പർ മാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഫുഡ് കോർട്ടിൽ പോയി കഴിക്കണം പതിവ്. നിങ്ങളങ്ങനെ തന്നെ അല്ലേ? ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഓഫറൊന്നും കേട്ടാൽ വീഴാത്ത മലയാളികളില്ലല്ലോ. ഓഫർ എന്ന് പറയും 50 രൂപ സാധനം 100 രൂപ കൊടുക്കും. അതെ, അവർക്ക് സെയിലടക്കും. 10 പേരുടെ സെയിലടക്കണടുത്ത് 100 രൂപ ആകുമ്പോൾ അവർക്ക് ലാഭമല്ലേ? എല്ലാ സ്ഥലത്തും തന്നെയാണ് ഇപ്പോൾ വരുന്നത്. മിക്ക കടകളിലെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. എന്നാൽ ഈ ഓഫർ കിട്ടാൻ വേണ്ടി കാത്തിക്കണ കുറേ പേരുണ്ട്. എല്ലാവരും ഓടി അവിടെ ചെല്ലും. അതെ, അവിടെ ക്യൂ നിൽക്കും, അവർക്ക് ലാഭം. അതെ, 5000 രൂപ പർച്ചേസിന് 10000 രൂപ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. അത് തന്നെ. അപ്പോൾ നമ്മൾ പാലാരിവട്ടം പൈപ്പ് ലൈൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു കേട്ടോ. ഒരു കാര്യം ഇതിൽ വിട്ടുപോയി. നമ്മുടെ ജയലക്ഷ്മിയുടെ പുതിയ ഷോറൂം നമ്മുടെ ബൈപ്പാസിൽ വന്നിട്ടുണ്ട്.